സുപ്രഭാതം എഡിറ്റോറിയൽ 2026 ഓഗസ്റ്റ് 19 ബുധൻ. വാർദ്ധക്യത്തിന് കോടതിയുടെ കരുതൽ. വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നവരെ നടതള്ളുന്ന കുടില മനസ്സുകൾക്കുള്ള കർശന താക്കീതാണ് കഴിഞ്ഞ ദിവസം രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൽ നിന്നുണ്ടായത്. മുതിർന്ന പൗരരെയും മാതാപിതാക്കളെയും സംരക്ഷിക്കാൻ കഴിയാത്ത മക്കളെ സ്വത്തിൽ നിന്ന് ഒഴിപ്പിക്കാൻ ആവശ്യമെങ്കിൽ വയോജന ട്രിബ്യൂണലിന് അധികാരമുണ്ടെന്നാണ് ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് അലോക് ആരാധെ എന്നിവരടങ്ങിയ ബെഞ്ച് വിധിച്ചത്. മനുഷ്യാന്തസ്സോടെ ജീവിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശാധികാരങ്ങളെ നിഷേധിക്കുന്ന അത്യന്തം ഹീനകൃത്യമായാണ് പ്രായമായവരോടുള്ള മക്കളുടെ ക്രൂരതയെ സുപ്രീം കോടതി വിശേഷിപ്പിച്ചത്. അത്തരം കൃത്യം ചെയ്യുന്നവരെ ഒരു കണക്കിലും സംരക്ഷിക്കരുതെന്ന താക്കീത് കൂടിയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ കാതൽ. വാർദ്ധക്യത്തിൽ അവഗണന, അപമാനം, അരക്ഷിതമായ സാഹചര്യം എന്നിവ തടയാനാണ് 2007 വയോജന സംരക്ഷണ നിയമം പാസാക്കിയത്. അതിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്കെതിരെ നിയമത്തിൻ്റെ പരമാവധി നടപടികൾ സ്വീകരിക്കാൻ വയോജന ട്രിബ്യൂണലുകൾക്ക് സാധിക്കുമെന്നും സുപ്രീം കോടതി പറഞ്ഞു. ഇത്തരം കേസുകൾ ഉചിതവും അനിവാര്യവുമായ ഘട്ടത്തിൽ മക്കളെ ഒഴിപ്പിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ ട്രിബ്യൂണലുകൾക്ക് കഴിയും. മുതിർന്നവർക്ക് നൽകുന്ന അന്തസ്സിലും ബഹുമാനത്തിലും സുരക്ഷയിലുമാണ് പരിഷ്കൃത സമൂഹത്തിന്റെ അളവുകോൽ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഉത്തർപ്രദേശിലെ വികാസ് നഗറിലെ 81-കാരിയായ മാതാവിനെ സംരക്ഷിക്കാൻ രവികാന്ത് ഗുപ്ത എന്നയാൾ സ്വന്തം മകനെതിരെ നടത്തിയ നിയമയുദ്ധത്തിന്റെ അന്തിമ തീർപ്പാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. താൻ അധ്വാനിച്ചു വാങ്ങിയ വീട്ടിൽ നിന്ന് അമ്മയെ വൃദ്ധസദനത്തിലാക്കിയ മകനും മരുമകൾക്കും എതിരെയാണ് രവികാന്ത് നിയമ പോരാട്ടം തുടങ്ങിയത്. രവികാന്ത് വാങ്ങിയ വീട്ടിൽ അമ്മയെ താമസിപ്പിക്കാൻ അനുവദിക്കാതെ മകനും മരുമകളും ചേർന്ന് അവരെ വൃദ്ധസദനത്തിലാക്കുകയായിരുന്നു. ഇതിനെതിരെ രവികാന്ത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ചെയർമാനായ മെയിൻ്റനൻസ് ട്രിബ്യൂണലിനെ സമീപിച്ചു. വിശദമായ വാദം കേട്ട മെയിൻ്റനൻസ് ട്രിബ്യൂണൽ മകനെയും മരുമകളെയും വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടു. എന്നാൽ മകൻ നൽകിയ അപ്പീൽ ഹർജിയിൽ അലഹാബാദ് ഹൈക്കോടതി ട്രിബ്യൂണൽ ഉത്തരവ് റദ്ദാക്കി. പുനഃപരിശോധനാ ഹർജി സമർപ്പിച്ചെങ്കിലും ഹൈക്കോടതി രവികാന്തിന്റെ വാദം അംഗീകരിച്ചില്ല. എന്നാൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു. ഈ കേസിലാണ് കോടതി അലഹാബാദ് ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കുകയും മുത്തശ്ശിയെ സംരക്ഷിക്കാത്ത കൊച്ചുമകനെയും ഭാര്യയെയും വീട്ടിൽ നിന്ന് ഇറക്കിവിടാനും ഉത്തരവിട്ടത്. ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല. നമുക്ക് ചുറ്റുമുള്ള വൃദ്ധജീവിതങ്ങൾ നിരന്തരം നേരിടുന്ന അനീതിയുടെ നേരടയാളം മാത്രമാണ് സുപ്രീം കോടതി തുറന്നുകാട്ടിയത്. പുറമേ മാന്യത നടിക്കുന്നവരടക്കം വയസ്സായതിൻ്റെ പേരിൽ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുവിട്ട് കൈ കഴുകുന്നവരാണ്. ഇவ்விധത്തിൽ പുറത്താക്കപ്പെടുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുന്നു എന്നതാണ് വൃദ്ധസദനങ്ങളിലെ കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത്. തങ്ങളുടെ ദേഹവും വ്യക്തിത്വവും പദവിയും സമ്പത്തും സൗകര്യങ്ങളും ഉൾപ്പെടെ എല്ലാ മാതാപിതാക്കളുടെ വിയർപ്പിന്റെ വിലയാണെന്ന് തിരിച്ചറിയാത്ത തീർത്തും അപരിഷ്കൃതരായ മനുഷ്യരാണ് പ്രായമായ അച്ഛനമ്മമാരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുതള്ളുന്നത്. ഒരു കാലത്തും പൊറുക്കാനാകാത്ത കൊടിയ അപരാധമാണ് പരിഷ്കാരികൾ എന്ന് സ്വയം നടിക്കുന്ന ഇത്തരക്കാർ കാട്ടുന്നത്. തങ്ങളെ ചുമന്ന ചോരയും നീരും ചെലവഴിച്ച് പോറ്റിയ അച്ഛനും അമ്മയും ഒരു ഘട്ടം കഴിയുമ്പോൾ മക്കൾക്ക് ശല്യമായി മാറുന്നത് ഒരു തരം ക്രിമിനൽ മനസ്സിന്റെ കൂടി പ്രശ്നമാണ്. അതിന് തക്കതായ ചികിത്സയാണ് വേണ്ടത്. വ്യക്തികൾക്ക് മാത്രമല്ല, സമൂഹത്തിനാകെ ആ വിധമുള്ള ചികിത്സ അനിവാര്യമാണ്. വാർദ്ധക്യം കുറ്റമായി കാണുന്നത് അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമാണ്. പ്രകൃതിയുടെ ശാശ്വതമായ നിയമങ്ങളിലൊന്നാണ് ജീവിതത്തിന്റെ കാലക്രമം. അതിൽ കൗമാരവും യൗവനവും മാത്രമല്ല, വാർദ്ധക്യവും ഉൾപ്പെടുന്നു. എല്ലാവർക്കും വയസ്സാകുമെന്ന സാമാന്യ യുക്തി പോലും ഇല്ലാത്തവരായി പലരും
മാറുന്നുവെന്നതാണ് സമൂഹത്തിൻ്റെ ഉത്തമമായ വളർച്ചയ്ക്കുള്ള പരിമിതി. പ്രായമായവരോടുള്ള അനീതിയും അതിക്രമവും വികസിത സമൂഹത്തിന് ചേർന്നതേയല്ല. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സാണ് എല്ലാവരും കാട്ടേണ്ടത്. പ്രായമായവരെ പരിപാലിക്കേണ്ടത് ഇങ്ങനെയല്ലെന്ന് വരും തലമുറ കണ്ടു വളർന്നില്ലെങ്കിൽ തിരിച്ചടി ഇക്കണ്ട ക്രൂരത കാട്ടുന്നവർക്ക് തന്നെയാകും. മുതിർന്ന പൗരരുടെ അവകാശ സംരക്ഷണത്തിനായി സംസ്ഥാനങ്ങളിൽ ഓരോ റവന്യൂ ഡിവിഷണൽ ഓഫീസിലും മെയിൻ്റനൻസ് ട്രിബ്യൂണലുണ്ട്. ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ പ്രിസൈഡിംഗ് ഓഫീസറായി അപ്പലേറ്റ് ട്രിബ്യൂണലും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയും പരാതി പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ജില്ലാ കോടതി, ഹൈക്കോടതി എന്നിവിടങ്ങളിൽ പരാതിപ്പെടാനാകും. മാത്രവുമല്ല, വയോജനങ്ങളുടെ പരാതികളുമായി ബന്ധപ്പെട്ട് അടിയന്തര സാഹചര്യങ്ങളിൽ ജില്ലാ പോലീസ് മേധാവി, ജില്ലാ കളക്ടർ, സാമൂഹിക നീതി വകുപ്പ് എന്നിവയെയും സമീപിക്കാവുന്നതാണ്. കേരളത്തിൽ പുതിയ സർക്കാർ വന്നതിന് പിന്നാലെ വയോജന വകുപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. രാജ്യത്താദ്യമായാണ് ഇത്തരത്തിൽ സംസ്ഥാന തലത്തിൽ പ്രത്യേക വകുപ്പ് രൂപീകരിക്കപ്പെടുന്നത്. എന്നാൽ പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയാണ് കാര്യങ്ങളെന്ന പരാതിയാണ് തുടർ നടപടികളിലെ കാലതാമസം കാരണം ഉയരുന്നത്. വകുപ്പ് രൂപീകരിച്ച് ഉത്തരവ് പുറത്തിറങ്ങിയതല്ലാതെ തുടർ നടപടികളോ ആലോചനകളോ സർക്കാരിൽ നിന്നുണ്ടാകാത്തത് നിരാശപ്പെടുത്തുന്നതാണ്. ഇനിയെങ്കിലും കാലവിളംബരമില്ലാതെ വയോജനക്ഷേമം ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിയട്ടെ. Waytonikah.com, the exclusive Muslim matrimonial site.